ഹലോ, നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കരുണയുടെ നില വളരെ ഗുരുതരമാണ്. കരുണ വെൻറ്റിലേറ്ററിലാണ്. കാരണം കുഞ്ഞ് വീട്ടിൽ നിന്ന് അവർ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് തന്നെ മരണപ്പെട്ടു എന്നുള്ള കാര്യം ഡോക്ടർ പ്രതാപൻ്റെ അടുത്തും ഉണ്ണിയോടും ഒക്കെ പറയുകയാണ്. അപ്പോൾ ഉണ്ണി ഡോക്ടർ പോയി കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട്, എന്താണ് അങ്കിളെ സംഭവിച്ചത്? ഇതിലേക്ക് വേണ്ടിയിട്ടാണോ കരുണയെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? നിങ്ങൾ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടി നോക്കിയിട്ട് ഇപ്പോൾ കരുണയെ കുഞ്ഞു പോയി, കരുണയുടെ ജീവൻ ആപത്തിലുമാണ്. ഡോക്ടർ പറഞ്ഞത് കേട്ടോ, ഇനി അവൾ ചിലപ്പോൾ കോമ സ്റ്റേജിൽ തന്നെ ആയിരിക്കും. ഇതെന്തൊക്കെയാണ് അങ്കിളെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞ് ഉണ്ണി വാ വിട്ട് കരയാണ്. അതിനോടൊപ്പം തന്നെ പ്രതാപൻ, എൻ്റെ മോളുടെ ജീവനെങ്കിലും തിരിച്ചു തരണേ ദൈവമേ. ഇതാ പറഞ്ഞത് മോനെ, നമ്മൾ വിചാരിച്ചതുപോലെ മഹാലക്ഷ്മി സാധാരണ ഒരു സ്ത്രീയല്ല, അവൾക്ക് എന്തോ ഒരു ദൈവികമായിട്ടുള്ള ശക്തി നീ പറഞ്ഞതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഉണ്ണി പറഞ്ഞു, ഞാൻ അവളെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാണ്, ഈ സമയത്ത് നമുക്ക് ഇതിലേക്കൊന്നും പോണ്ട. നമ്മുടെ വാമദേവൻ അങ്കിളിൻ്റെ അവസ്ഥ കണ്ടില്ലേ? അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ വീഴും എന്ന് പറഞ്ഞ അവസ്ഥയാണ്. മഹാലക്ഷ്മിക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ കെണിയിൽ മഹാലക്ഷ്മി നടന്നിട്ട് കൂടിയും ഒന്നും സംഭവിച്ചില്ല. അതേസമയം വാമദേവൻ അങ്കിൾ നടന്നതും അങ്കിൾ നേരെ വീണ് നടുവൊടിഞ്ഞ് ഇന്ന് ഈ ഒരു വീൽ ചെയറിലിരിക്കുന്ന അവസ്ഥ വരെ വന്നില്ലേ? ഞാൻ എല്ലാം അവളോട് പറഞ്ഞതാണ്. അപ്പോഴും അവളും മുത്തശ്ശി, നിങ്ങൾ ചെയ്യുന്ന പോലെ അല്ല, ഞാൻ ചെയ്യുമ്പോൾ എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്യും, നിങ്ങൾ അതിലൊന്നും ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചാണ് അവൾ ഈ ഒരു കാര്യം ചെയ്തത്. അപ്പോഴും പ്രതാപന് മനസ്സിലാവല്ല ഇവിടെ എന്താണ് സംഭവിച്ചത്. കാരണം മഹാലക്ഷ്മിയും കണ്ണനും കുടിച്ച പായസത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന്, ആ പായസം മുഴുവനായിട്ടും അവർ കുടിച്ചതുമാണ്. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു, മോളുടെ ഉള്ളിൽ എങ്ങനെ ഈ വിഷം ചെന്നു എന്നുള്ളതൊന്നും മനസ്സിലാവില്ല. ഇവിടെ എന്തോ ദൈവികമായിട്ടുള്ള ഒരു കളി നടന്നിട്ടുണ്ട് മോനെ, എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാനിത് ചെന്നിട്ട് എങ്ങനെ അമ്മയുടെ അടുത്ത് എങ്ങനെ ഞാൻ ഇത് പറയും മോനെ, എനിക്കൊന്നും മനസ്സിലാവണില്ല. പിന്നെ പ്രതാപൻ ആലോചിക്കുന്നത് എങ്ങനെയെങ്കിലും, കാരണം വെൻറ്റിലേറ്ററിലാണെങ്കിലും കരുണയുടെ അടുത്തൊന്ന് കയറാൻ പറ്റുകയാണെങ്കിൽ ആ മറുമരുന്ന് കൊണ്ടുവന്ന് കൊടുക്കാമായിരുന്നു. വീട്ടിൽ പോയി അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അത് കിട്ടാനുള്ള വഴി നോക്കാമെന്നും പറഞ്ഞ് പ്രതാപൻ വീട്ടിലോട്ട് വരികയാണ്. അപ്പം പ്രതാപൻ വീട്ടിൽ കരുണാലയത്തിൽ എത്തിക്കഴിഞ്ഞതും നമ്മുടെ മുത്തശ്ശി ഓടി വരികയാണ്. മോനെ എന്തായി? അവൾക്കൊരു ഗ്യാസ് കയറിയതല്ല, ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് അവളെ ഇങ്ങനെ കൊണ്ടുവരാത്ത തന്നെയായിരുന്നു. ഉണ്ണി എന്തേ, അവൾ അങ്ങോട്ട് പോയോ, ഉണ്ണിയുടെ കൂടെ അങ്ങോട്ട് പോയോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുകയാണ്. അപ്പോൾ പ്രതാപനെ എന്ത് പറയണം, അല്ലെങ്കിൽ മുത്തശ്ശിയോട് പറഞ്ഞാൽ അത് താങ്ങോ എന്നുള്ളതൊന്നും അറിയില്ല. പ്രതാപന് പറയാൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മോഹിനിയും മുത്തശ്ശിയുടെ തൊട്ടു പുറകെ തന്നെയുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊന്നും വിശദമായിട്ട് നമ്മുടെ പ്രതാപന് പറയാൻ പറ്റുന്നില്ല. കാര്യം മഹാലക്ഷ്മിക്കും കണ്ണനും കൊടുത്ത വിഷം ചേർത്ത പായസം മോളാണ് കുടിച്ചതെന്നും അതിൻ്റെ മറുമരുന്ന് തരണം, അമ്മ വേഗം കൊണ്ട് കൊടുക്കണം എന്നൊക്കെ പറയാനായിട്ടാണ് നമ്മുടെ പ്രതാപൻ ഇങ്ങ് എത്തിയത്. പക്ഷെ അതൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ മോഹിനി കേൾക്കും. അവസാനം ഇത് പ്രതാപൻ എങ്ങനെയൊക്കെയോ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ നമ്മുടെ കരണമോളുടെ കുഞ്ഞ് ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ വയറ്റിൽ വെച്ച് മരിച്ചു എന്നുള്ള കാര്യം പറയാണ്. ഇത് കേട്ട് മോഹിനി മുത്തശ്ശി അന്തം വിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ്, വാ വിട്ട് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ ജീവന് ആപത്താണ് അമ്മേ. ഇപ്പോൾ അവൾ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് അവളുടെ ശരീര അവയവങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അത്രയ്ക്കും ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്നും കൂടെ കേട്ടപ്പോൾ മുത്തശ്ശിയുടെ റിലേ അങ്ങ് പോയി. മോഹിനിയും വാവിട്ട് കരയാണ്. ഇതിന് മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചത്? അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാം ഇവർ വളരെ കരുതലോടെയും വളരെ ഇതായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. ഇതെങ്ങനെ ഇത് പാളിപ്പോയി എന്നുള്ളത് പറയുന്നുണ്ട്. മുത്തശ്ശിയും മഹാലക്ഷ്മി നമ്മുടെ മോഹിനിയും ഒരേ കരച്ചിൽ വാവിട്ട്, നമ്മുടെ മോക്ക് എന്ത് പറ്റി, മോക്ക് എന്നെ പറ്റിയെന്നൊക്കെ പറഞ്ഞ് പ്രതാപനോട് കിടന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. എൻ്റെ മുത്തശ്ശി ചെന്നിട്ട് മോഹിനിയോട് ചോദിക്കുന്നുണ്ട്, ഈ പായസം തന്നെയല്ലേ നമ്മുടെ മഹാലക്ഷ്മിയും കുടിച്ചത്? അപ്പോൾ അന്ന് എന്താണ് സംഭവിച്ചത്? പായസം വേറെ ഏത് പായസം എന്നൊക്കെയുള്ള രീതിയിൽ അറിയാൻ വേണ്ടിയിട്ട് മോഹിനിയുടെ അടുത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പം മോഹിനി പറയുന്നുണ്ട്, അമ്മ ആദ്യം കരുണമോള് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിക്കും വേണ്ടി എടുത്ത് വെച്ച് പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴല്ലേ ആ ഒരു സന്യാസി അവിടെ ഒരാൾ വന്നത്. അപ്പോൾ അയാൾ വന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് കുറച്ച് തണുത്ത പായസം വേണമെന്ന് പറഞ്ഞു. അപ്പം കരുണമോള് കുടിക്കാൻ വേണ്ടി കുറച്ച് കപ്പിൽ പായസം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ തണുത്ത പായസം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ പായസം ഫ്രിഡ്ജിൽ ഇരുന്ന പായസം ഇങ്ങനെ എടുത്തിട്ട് അത് അവർക്ക് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിയാണ് ഈ കണ്ണനും മഹാലക്ഷ്മിയൊക്കെ കുടിച്ചത്. എന്നിട്ട് മഹാലക്ഷ്മിക്ക് വേണ്ടി കണ്ണനും എടുത്തു വെച്ചിരുന്ന ആ പായസം തിരിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മോഹിനി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സംഭവമാണ്
നടന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ പ്രതാപനും നമ്മുടെ മുത്തശ്ശിക്കും സംഭവം മനസ്സിലായി. സംഭവം തിരിഞ്ഞു. ഇനിയിപ്പോൾ ആരുടെ പറയാനാണ്? എന്തായാലും ചെയ്തതിൻ്റെ ഫലം തൻ്റെ കുഞ്ഞിന് കിട്ടിയെന്നും പറഞ്ഞുള്ള രീതിയിൽ പ്രതാപനും മുത്തശ്ശിയും അങ്ങനെ നിന്ന് ഒരു സങ്കടപ്പെടാണ്. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഈ മോഹിനിയുടെ അടുത്തുനിന്ന് വെട്ടിച്ച ആ മരുന്ന് അമ്മേനെ കൊണ്ട് എങ്ങനെയെങ്കിലും മേടിച്ച് അത് ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കണം എന്നുള്ള രീതിയിൽ പ്രതാപൻ നിൽക്കുകയാണ്. പിന്നെ സാഗറിൻ്റെ കേസാണെങ്കിൽ സാഗർ ജയിലിൽ നിന്ന് എങ്ങനെയൊക്കെയോ മാർക്കോയും നമ്മുടെ അനന്തവും കൂടെ ചേർന്നിട്ട് ജാമ്യത്തിൽ, കാരണം അതത്ര ഈ സാഗറിൻ്റെ തോമസ് ഡോക്ടറുടെ കാറിൽ നിന്ന് കിട്ടിയ ഡ്രഗ്സ് എന്ന് പറയുന്നത് വെറും ലോക്കലായിട്ടുള്ള എന്തോ ഒരു പൊടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ അനന്തുവിൻ്റെ കെയർ ഓഫിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കുകയാണ്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് വീട്ടിലെത്തിയ സാഗറിനെ കണ്ടപ്പോൾ നമ്മുടെ സാഗർ വന്ന് ബെല്ലടിച്ചു. അപ്പോൾ നമ്മുടെ മഞ്ജു ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ നോക്കണത് ആരാണെന്നുള്ളത്. അവസാനം ഗ്രില്ല് തുറന്നു കൊടുത്തപ്പോൾ മഞ്ജു ഒന്നും മിണ്ടാതെ തിരിച്ചു പോവാണ്. അത് കണ്ടപ്പോൾ സാഗർ ചോദിച്ചത്, മഞ്ജു നീ എന്നോടൊന്നും മിണ്ടാത്ത എന്താണ്? എന്നെ വിശ്വാസമില്ലേ നിനക്കെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, സാഗർ ഏട്ടാ ഞാൻ ആരെയാണ് വിശ്വസിക്കേണ്ടത് ആരെയാണ് വിശ്വസിക്കാതിരിക്കേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമല്ലോ ആ മേഘനാഥൻ്റെ വലയത്തിൽ നിന്നും നിങ്ങളെ വിശ്വസിച്ച് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങളെ കൂടെ ഒരു ജീവിതം ജീവിക്കാനായിട്ടല്ലേ സാഗരേട്ടാ ഞാൻ നിങ്ങളോടൊപ്പം വന്നത്. എൻ്റെ ജീവിതത്തിൽ ഈ അവസ്ഥകളാണല്ലോ എനിക്കെല്ലാം കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സാഗർ പറയുന്നുണ്ട്, മഞ്ജു ഇതെല്ലാം ആ മേഘനാഥൻ്റെ പണിയാണ്. ഞാൻ ആണയിട്ട് ഞാൻ പറയുന്നു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മഞ്ജു. ഇതൊക്കെ എന്നെ നിന്നെയും തമ്മിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന കണ്ടിട്ട് മേഘനാഥന് സഹിക്കാൻ പറ്റാണ്ട് അവൻ ചെയ്ത പണിയാണെന്ന് നമ്മുടെ സാഗർ വീണ്ടും വീണ്ടും സത്യം ഇടുന്നുണ്ട്. പക്ഷേ മഞ്ജു ഒരേ കരച്ചിലാണ്. കാര്യം എന്ന് വെച്ചാൽ ഏതൊരു സ്ത്രീയാണെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ, കാരണം ഒരു വെറും ഇതായിട്ടുള്ള ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടാണ് സാഗറിനെ കൂടെ ഒരു ജീവിതം മഞ്ജു തിരഞ്ഞെടുത്തത്. എന്നിട്ട് ഈ ഒരു അവസ്ഥ വന്നത് കണ്ടിട്ട് മഞ്ജു അത് ഓർത്തുള്ള ഒരു സങ്കടമാണ് മഞ്ജുവിന്. അപ്പോൾ മഞ്ജുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം കണ്ണേട്ടൻ്റെയും മഹാലക്ഷ്മി ഏട്ടത്തിയുടെയൊക്കെ മുന്നിൽ സാഗർ നല്ലവനാണെന്നും സാഗറിൻ്റെ കൂടെയുള്ള ജീവിതം എനിക്ക് നല്ലതാണെന്നും പറഞ്ഞ് തിരഞ്ഞെടുത്ത ഒരു ജീവിതമാണ്. അവരെന്നോട് ആവർത്തിച്ച് പറഞ്ഞുവെങ്കിലും ഞാൻ നിങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങളെ കൂടെ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എനിക്ക് ഈ ഒരു അവസ്ഥയാണല്ലോ എന്നും പറഞ്ഞു. പക്ഷേ ഇതൊക്കെ കേട്ടപ്പോൾ സാഗറിന് സഹിക്കാൻ പറ്റുന്നില്ല. സാഗർ കരയാണ്. കാരണം സാഗർ പറയുന്നുണ്ട്, സത്യത്തിൽ അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഈ മേഘനാഥൻ ചെയ്ത പണിയാണല്ലോ ഇതെല്ലാം. അപ്പോൾ എന്തായാലും നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൽ സാഗറിൻ്റെ ജീവിതത്തിൽ മേഘനാഥൻ ഒരു വെല്ലുവിളിയായി തന്നെ വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ കരുണയുടെ ജീവിതം ഇനി എന്തായി തീരും എന്നുള്ളത് അറിയില്ല. മറുമരുന്ന് കൊണ്ട് കൊടുത്താൽ തന്നെയും ജീവൻ ചിലപ്പോൾ പിടിച്ചു നിർത്താൻ പറ്റുമായിരിക്കും. പക്ഷേ കരുണമോളുടെ ആ കോമ സ്റ്റേജ് മാറുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്തായാലും ആ കുരുന്ന ജീവൻ അവരെ വിട്ട് പോയി എന്നുള്ള ആ സത്യം അവരെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ ഏകദേശം ഒരു ഇൻട്രോ പ്രൊമോ ഇതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സുമി മുഫാസ് മനസ്സിൽ എന്ന ഈ ഒരു കുഞ്ഞു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് പറയുന്നു. താങ്ക് യു, ബൈ ബൈ, ടാറ്റാ.